ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അദീനാസ് വ്ലോഗ്സ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th JRCയുടെ ബി ലെവൽ എക്സാമിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, JRC യൂണിറ്റിൻ്റെ ചുമതലയുള്ള അധ്യാപകനെ ഡാഷ് എന്ന് വിളിക്കുന്നു. 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 1 പ്രിൻസിപ്പൽ, 2 ക്യാപ്റ്റൻ, 3 കൗൺസിലർ, 4 ഓഫീസർ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കഴിഞ്ഞ വർഷവും ഈ സെയിം ചോദ്യം തന്നെ ചോദിച്ചിരുന്നു. അതെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കൗൺസിലർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാന റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആര്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ഗവർണർ. തേർഡ് ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്, ജനീവ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈസ് പേട്രൺ മെമ്പർഷിപ്പിന് ഡാഷ് രൂപയാണ് അടയ്ക്കേണ്ടത്? 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 10,000 രൂപ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് 1ാമത് നോബൽ സമ്മാനം ലഭിച്ചതെന്ന്? 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 1917. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡാഷ് അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 206. സെവൻത്ത് ക്വസ്റ്റ്യൻ, സമാന സ്വഭാവമുള്ള കോശ സമൂഹത്തെ ഡാഷ് എന്ന് പറയുന്നു? 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ടിഷ്യൂ. എയ്ത്ത് ക്വസ്റ്റ്യൻ, കാൽനടക്കാരൻ റോഡിൻ്റെ ഡാഷ് വശത്തുകൂടിയാണ് സഞ്ചരിക്കേണ്ടത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, വലത്. നയൻത്ത് ക്വസ്റ്റ്യൻ, ഏറ്റവും ശക്തി കൂടിയ ഫോർവേഡ് ഗിയർ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ഫസ്റ്റ്. ഏറ്റവും ശക്തി കൂടിയ ഫോർവേഡ് ഗിയർ എന്ന് ചോദിച്ചാൽ മാത്രമേ ഫസ്റ്റ് എന്നുള്ള ആൻസർ എഴുതാവുള്ളൂ. ഏറ്റവും ശക്തി കൂടിയ ഗിയർ എന്ന് ചോദിച്ചാൽ റിവേഴ്സ് ഗിയർ എന്നേ ആൻസർ എഴുതാവുള്ളൂ. 10th ക്വസ്റ്റ്യൻ, ട്രാഫിക് സൈനുകളെ ഡാഷ് ആയി തിരിച്ചിരിക്കുന്നു? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 3. ഇനിയുള്ള ചോദ്യങ്ങൾ ചേരുംപടി ചേർക്കാനാണ്. 11 കളക്ടർ, കളക്ടർ ജില്ലാ ചെയർമാൻ. 12 സാർഡിനിയ സോൾഫെരിനോ ആണ്. 13 അൻഡായിനെറ്റ, ജീൻ ഹെൻറി ഡുനന്റിൻ്റെ മാതാവാണ് അൻഡായിനെറ്റ. 14 മാൻഡേറ്ററി ട്രാഫിക് ആണ്. 15 ഗിയർ വാഹനമാണ്. ഇനി 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളുടെ പൂർണ്ണ രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 16 IRCS, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. IRCS, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. ഇനി ICRC, ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ്. 18 NCC, നാഷണൽ കാഡറ്റ് ക്രോപ്സ്. NCC, നാഷണൽ കാഡറ്റ് ക്രോപ്സ്. അടുത്തത് YRC, യൂത്ത് റെഡ് ക്രോസ്. YRC, യൂത്ത് റെഡ് ക്രോസ്. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതുപോലെ പൂർണ്ണ രൂപം എഴുതാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി 21 മുതൽ 25 വരെയുള്ള പ്രസ്താവനകൾ നടന്ന വർഷം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 21 ഇന്ത്യയിൽ റെഡ് ക്രോസ് പ്രവർത്തനം ആരംഭിച്ചു. റെഡ് ക്രോസ് പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1920. 22 സോൾഫെരിനോ യുദ്ധം നടന്ന വർഷം 1859. 23 ജനീവ കരാർ ഒപ്പുവെച്ചു. ജനീവ കരാർ ഒപ്പുവെച്ച വർഷം 1864. 24 ജീൻ ഹെൻറി ഡുനന്റ് അന്തരിച്ചു. ഈ ചോദ്യവും ഉത്തരവും നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ജീൻ ഹെൻറി ഡുനന്റ് അന്തരിച്ച വർഷം 1910. 25 JRCക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചു. JRCക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ച വർഷം 2005. ഇനിയും JRCയുടെ ബി ലെവൽ എക്സാമിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോകളിലായി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.